നമസ്കാരം. പ്രധാന വാർത്തകൾ. കലയുടെ നിറച്ചാർത്തൊരുക്കിയ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ശക്തന്റെ തട്ടകത്തിലെ വിവിധ വേദികളിലായി തുടരുന്നു. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിൽ, കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിൽ. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28, 29 തീയതികളിലാണ് നേർച്ചയാഘോഷം. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കം കുറിച്ചു. ദീർഘദൂര ബസ്സുകൾ യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ നിന്ന് കയറ്റുന്നില്ലെന്ന ആക്ഷേപം. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് യാത്രക്കാരുടെ പരാതികൾ. ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 2 മണിക്കൂറോളം തെങ്ങിന് മുകളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തെങ്ങ് കയറ്റ തൊഴിലാളി പിള്ളക്കാട് പറത്തിൽ വീട്ടിൽ രവിയാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. കുന്നംകുളം പ്രസ് ക്ലബ്ബ് 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പത്രദൃശ്യ മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. അവാർഡിനായി പരിഗണിക്കുക 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളും ദൃശ്യവാർത്തകളും. വാർത്തകൾ വിശദമായി. കലയുടെ നിറച്ചാർത്തൊരുക്കിയ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ശക്തന്റെ തട്ടകത്തിലെ വിവിധ വേദികളിലായി തുടരുന്നു. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുമ്പോൾ 412 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. 410 പോയിന്റുമായി കോഴിക്കോട് രണ്ടാമതും 408 പോയിന്റുമായി ആതിഥേയരായ തൃശൂർ മൂന്നാമതുമുണ്ട്. പാലക്കാട് 398 പോയിന്റുമായും തിരുവനന്തപുരം 390 പോയിന്റുമായും പോയിന്റ് പട്ടികയിൽ 4ഉം 5ഉം സ്ഥാനങ്ങളിലാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാണികളുടെ മനം കവർന്ന വട്ടപ്പാട്ട് മത്സരം. മാപ്പിളപ്പാട്ടുകളുടെ ഈണവും കൈത്താളവും മത്സരവേദിയെ ആഘോഷമാക്കി മാറ്റി. ഒപ്പന പോലെ തന്നെ അതിമനോഹരമായ ഒരു മാപ്പിളകലയാണ് വട്ടപ്പാട്ട്. തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ച് സുന്ദരന്മാരായ പുതിയാപ്പിളമാരും കൂട്ടുകാരും ആടിപ്പാടി തിമിർക്കുകയാണ് വട്ടപ്പാട്ട് വേദിയിൽ. മുസ്ലിം വിവാഹവേളകളിൽ വരനെ വർണ്ണിച്ചും ചടങ്ങുകൾ വിവരിച്ചും ചങ്ങാതിമാർ കൈകൊട്ടിപ്പാടുന്ന കലാരൂപമാണ് വട്ടപ്പാട്ട്. ആണുങ്ങളുടെ ഒപ്പനയായ വട്ടപ്പാട്ടിന് കലോത്സവങ്ങളിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. അതിനാൽ തന്നെ ആസ്വാദികരവും ആവേശവും നിറഞ്ഞ വട്ടപ്പാട്ട് മത്സരം നിറഞ്ഞ സദസ്സിനു മുൻപിലാണ് അരങ്ങേറിയത്. മുനാജാത്തും കവിയും ബിരുത്തവും പദങ്ങളും ചായലും കഴിഞ്ഞ് ഓരോ ടീമുകളും പോക്കുവഴി നീളത്തിൽ അവസാനിപ്പിച്ചപ്പോൾ കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കൂടുതൽ ടീമുകളും നബിമാരുടെ മദ്ഹുകളാണ് ഇശലുകളായി അവതരിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് സ്വന്തമാക്കിയ മണ്ണാർക്കാട് MES സ്കൂളിന്റെ പ്രകടനമാണ് കാണികളെ കൂടുതൽ ആകർഷിച്ചത്. അനസ് മണ്ണാർക്കാട്, ഷാൻവർ മലപ്പുറം എന്നിവരാണ് പരിശീലകർ. ഞങ്ങൾ പല രീതിയിലുള്ള പാട്ടുകൾ പരീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഷംസദ് അഡ്രിക്കോട് സാറിൻ്റെ പാട്ട് തന്നെയായിരുന്നു. ഈ വർഷവും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ കൂടുതലായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പുതിയ ഒരു രചയിതാവും അതുപോലെ തന്നെ സംഗീത സംവിധായകനും സിനിമ സംഗീത സംവിധായകൻ അതുപോലെ തന്നെ റിയാലിറ്റി ഷോ വിന്നർ ആയിട്ടുള്ള നമ്മുടെ ഷാൻവർ ബാബുവിൻ്റെ പാട്ടുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വട്ടപ്പാട്ടിൽ ഏറ്റവും നല്ല പുതിയ പാട്ടുകൾ ഏതാന്നുള്ള എപ്പോഴും ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ടീമാണിത്. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പാട്ട് സംസ്ഥാന തലം വരെ അവരെത്തിച്ചു. അതുപോലെ തന്നെ അതിനെനിക്ക് വേണ്ടി നല്ല അഭിപ്രായം തരാൻ അവർ നന്നായിട്ട് പാടുക കൂടെ വേണം. ലീഡ് മാത്രമല്ല, കോറസും കൂടെ അതിന് ചേർന്ന് പാടണം, അതിന് ചേർന്ന് കൈമുട്ടണം. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സംസ്ഥാന തലം വരെ ഡയറക്റ്റ് അപ്പീലല്ലാതെ ഡയറക്റ്റ് വന്ന് അവരിതായപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി. സ്വന്തമായി രചിച്ച് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇവർ മത്സരത്തിൽ അവതരിപ്പിച്ചത്. ലാങ്കിലങ്കണ പൂമാരൻ ലാങ്കിലങ്കണ പൂമാരൻ അഴകേറും പൊന്മാരൻ
ലാങ്കിലങ്കണ പൂമാരൻ അഴകേറും പൊന്മാരൻ നല്ല കുകലിട്ട കരിക്കണ്ണിലാകെ മിന്നണ വഴിയിലെ പരിമളരാവ് നല്ല കുകലിട്ട കരിക്കണ്ണിലാകെ മിന്നണ വഴിയിലെ പരിമളരാവ് അണിമന്ദം ഗന്ധം ചന്തം കണ്ടേ രാവിൻ പൂവിലെ വന്നേ പന്തൽ ചോട്ടിലെ ലാങ്കിലങ്കണ പൂമാരൻ ആ സംസ്ഥാന കലോത്സവത്തിൽ തുടർച്ചയായി 3ാം തവണയും പാട്ട് പാടിയ ഈ ടീമിലെ മുഹമ്മദ് ഷാമിലാണ് വട്ടപ്പാട്ട് മത്സരത്തിലെ താരം. അജബായി റാണി വിണ്ടും മരതൂമേറി ചന്തം അടരാടി തമസിന്നൂറ് ചിന്തും അറഫായി തിരുക്കിറുഫാണികൾ പാകി വസന്തം പൂകി സുഗന്ധം പാകി വസന്തം പൂകി സുഗന്ധം. വട്ടപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാന കലോത്സവത്തിന്റെ 5ാം നമ്പർ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം റഷീദ് അരുവപ്പെട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കുന്നംകുളം ബദനി ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർച്ചയായി 3ാം തവണയാണ് ബദനി സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടുന്നത്. കുന്നംകുളം ബദനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒപ്പന ടീമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇത് 3ാമത്തെ വർഷമാണ് സംസ്ഥാന കലോത്സവത്തിൽ ടീം പങ്കെടുക്കുന്നത്. അവരുടെ ഒപ്പനയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഫാത്തിമ ഹിബ 3ാമത്തെ വർഷമാണ് പങ്കെടുക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പ്രകടനം? നല്ലതിൽ തന്നെ കഴിച്ചു വെച്ചു. പഠിച്ചവന്ന മാതിരി തന്നെ നല്ലതിൽ കഴിച്ചു. കളിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. നല്ലത് ലാസ്റ്റ് ഇയർ ആണ് കളിക്കണത്. ലാസ്റ്റ് ഇയർ ആണ്. എല്ലാരും 10th ആണ്. എല്ലാരും 10th ആണ്. ലാസ്റ്റ് ഇയർ. സൃഷ, ഹായ് ആയിഷ, ഫാത്തിമ നിഹാല, അനീറ്റ, ഭദ്ര, ഹെനാസ്, ഷഹ്സ, വേദ, ലക്ഷ്മി. ബീവിയിൽ മർഹബ പാടി ഗുണവീരിതരിൽ കിസ്സ കേളാനി. ബീവിയിൽ മർഹബ പാടി ഗുണവീരിതരിൽ കിസ്സ കേളാനി. ഇവർ സറ്റുമിതേ തിങ്കൾ ൂരുകളും നിറവേ നിര സാഹിബ തേരാ പല നിലയിലും അറിയും മുന്തി സാരാ. ഇവരൊരു സാഹിബ് തേരാ പല നിലയിലും അറിയം മുന്തി സാരാ. മറുപടിയായി നെങ്കും ആയിഷ മികവല്ലേ പാടി ഇത മിസ്കിലി മണമതു ഏറെ കൂടി. മികവിലെ കിസയതു പാടി ഇത മിസ്കിലി മണമതു ഏറെ കൂടി. സഭയകമൊത്തില്ലേ ബോധമേ സംഗതി തീർത്തില്ലേ തീർത്തിടനോത്തിടം കാലേ അവതീരണ സംഭവമാകി നീലേ. കാലേ അവതീരണ സംഭവമാകി നീലേ. നിയമത്തിലായിഷയായി മംഗലം നിന്നിലും വാഹയുമാ മതവിധികൾ മനസ്സകമിൽ മറവിയില്ല മാലോരേ. മസലായ ബീബി മസലായ ബീബി. ബ്ലാങ്ങാട് GFUP സ്കൂളിലെ വിദ്യാർത്ഥികൾ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വരവേറ്റ് വിളംബര ജാഥയും ഉപജില്ലാ കലോത്സവ വിജയികൾക്ക് ആദരവും നൽകി. ചാവക്കാട് നഗരസഭാ ഉപാധ്യക്ഷ ബിൻസി സന്തോഷ് ബാനർ പ്രകാശനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രഞ്ജിത്ത് വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് TV വിബിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക CD വിജി സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി OJ ജാൻസി നന്ദിയും പറഞ്ഞു.
ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28, 29 തീയതികളിലാണ് നേർച്ചയാഘോഷം. രാവിലെ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഖബറിടത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത്. ഖത്തീബ് ഖബറുദ്ദീൻ ബാദുഷാ തങ്ങൾ, മുദ്രിസ് ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ഹൈത്തമി, അബ്ദുൾ ലത്തീഫ് ഫൈസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജുമാഅത്ത് പ്രസിഡന്റ് PK ഇസ്മയിൽ കൊടികയറ്റി. ജനറൽ സെക്രട്ടറി KV ഷാനവാസ്, ട്രഷറർ PV ഇസ്ഹാഖ്, ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കം കുറിച്ചു. തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ദീർഘദൂര ബസ്സുകൾ യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ നിന്ന് കയറ്റുന്നില്ലെന്ന ആക്ഷേപം. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് യാത്രക്കാരുടെ പരാതികൾ ഉയരുന്നത്. ശക്തൻ സ്റ്റാൻഡിൽ നിന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് പോകുന്ന പല ബസ്സുകളിലും നിരവധി യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് 50, 60, 70 രൂപയോളം യാത്രാ ചെലവ് വരുന്ന സ്റ്റോപ്പുകളിലെ യാത്രക്കാരെ ഒഴിവാക്കുന്നത് നിത്യസംഭവമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കുന്നംകുളത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള ദീർഘദൂര ബസ്സുകൾ ചങ്ങരംകുളം, എടപ്പാൾ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരെ സ്റ്റോപ്പിൽ നിന്നും കയറ്റാതെ കടന്നുപോയതായി പറയുന്നു. ദീർഘദൂര സർവീസ് ബസ്സുകൾ നിശ്ചിത സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ കയറ്റാതെയുള്ള പ്രവണത വ്യാപകമാക്കുകയാണെന്ന് യാത്രക്കാർ ആരോപിച്ചു. മുന്നിലോ പിറകിലോ പോകുന്ന KSRTC ബസ്സുകളിലെ യാത്രക്കാരെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റുന്നതിനായി പ്രധാന ജംഗ്ഷനുകൾ ഒഴിവാക്കി സർവീസ് നടത്തുന്നതായും പരാതിയുണ്ട്. ഇതുവഴി സാധാരണ സ്റ്റോപ്പുകളിലെ യാത്രക്കാർ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. നിശ്ചിത സ്റ്റോപ്പുകളിൽ ബസ് നിർത്താതെ പോകുന്നത് നിയമലംഘനമാണെന്നും ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 2 മണിക്കൂറോളം തെങ്ങിന് മുകളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തെങ്ങ് കയറ്റ തൊഴിലാളി പിള്ളക്കാട് പറത്തിൽ വീട്ടിൽ 59 വയസ്സുള്ള രവിയാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. ചാത്തൻകാട് നിഹാരിക നഗറിൽ കാഞ്ഞങ്ങാട്ട് വിപിൻ കുമാറിന്റെ വീട്ടുവളപ്പിലെ ഉയരമുള്ള തെങ്ങിലാണ് രാവിലെ 10ഓടെ ഇറങ്ങാനാകാതെ കുടുങ്ങിക്കിടന്നത്. നാളികേരമിടാനായി യന്ത്രം ഉപയോഗിച്ചാണ് രവി തെങ്ങിനു മുകളിൽ കയറിയത്. ശക്തമായ കാറ്റിൽ തെങ്ങ് ആടിയുലഞ്ഞതോടെ യന്ത്രം തെങ്ങിൽ കുടുങ്ങുകയായിരുന്നു. ഏറെ പാടുപെട്ടിട്ടും ഇറങ്ങാൻ കഴിയാതിരുന്നതോടെ രവി നിലവിളിച്ചു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ തെങ്ങുകയറ്റ തൊഴിലാളികളായ കോറോട്ട് നിതിൻ, അപ്പുറത്ത് അനീഷ് എന്നിവരെ വിളിച്ചു വരുത്തി. നിതിൻ തെങ്ങിൻ മുകളിൽ കയറി രവിയെ കയർ ഉപയോഗിച്ച് തെങ്ങിൽ ബന്ധിപ്പിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഏറെ പാടുപെട്ട് 12 മണിയോടെയാണ് രവിയെ താഴെ ഇറക്കിയത്. തളർന്ന അവശനായ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളറക്കാട് കൊല്ലൻപടി തേജസ് കോളേജിന് സമീപം നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഓട്ടോറിക്ഷയിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തയ്യൂർ അയ്യപ്പത്ത് വീട്ടിൽ ദിനേശനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. നേന്ത്രവാഴക്കുലകളുമായി കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിഞ്ഞു. ഈ സമയം വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന മറ്റൊരു ബൈക്ക് മറിഞ്ഞുകിടക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് ഓട്ടോറിക്ഷയുടെ മുകൾ ഭാഗം പൊളിഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഓട്ടോറിക്ഷ ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ ദിനേശനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ്ബ് 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പത്രദൃശ്യ മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളും ദൃശ്യവാർത്തകളുമാണ് അവാർഡിനായി പരിഗണിക്കുക. മികച്ച വാർത്തകൾ, ഫീച്ചറുകൾ, സ്റ്റോറികൾ, പ്രത്യേക വിഷയത്തിലൂന്നിയ പരമ്പരകൾ തുടങ്ങി ഏത് വിഭാഗത്തിലുള്ള വാർത്തകളും അയക്കാവുന്നതാണ്. തപാൽ മുഖേനയോ വാട്സപ്പ്, ഇമെയിൽ മുഖേനയോ എൻട്രികൾ സമർപ്പിക്കാം. വിലാസം: പ്രസ് ക്ലബ്, സി-ഷേപ്പ് ബിൽഡിംഗ്, കുന്നംകുളം. ഫോൺ നമ്പറുകൾ 93 49 87 03 72, 96 56 34 92 19. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ PS ടോണി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കുന്നംകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രാദേശിക തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പത്ര ദൃശ്യ മാധ്യമ ലേഖകർക്കാണ് അവാർഡ് നൽകുന്നത്. 10,001 രൂപ പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളായിരിക്കണം. പത്രങ്ങളിൽ വന്ന മികച്ച വാർത്തകൾക്കും പ്രാദേശിക ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത മികച്ച ദൃശ്യവാർത്തകൾക്കുമാണ് പുരസ്കാരം.
ദേശീയപാത നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനൂജിന് നിസ്സാര പരിക്കേറ്റു. കോയമ്പത്തൂരിൽ നിന്നും പടക്കം കയറ്റി നടത്തറയിലേക്ക് വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ലോറിയിലെ പടക്കം മുഴുവനും കത്തിനശിച്ചു. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. കിഴൂർ നേർച്ചയാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരമറ്റം നേർച്ചയോടനുബന്ധിച്ച് കൊടി ഉയർത്തലും പ്രാർത്ഥനയും ചക്കരക്കഞ്ഞി വിതരണവും നടത്തി. ഉസ്താദ് ജാസിർ അലി ഹാഷ്മി പ്രാർത്ഥന നടത്തി. ചടങ്ങുകൾക്ക് സലീം, ജലീൽ, റാഫി, നൌഷാദ്, സുലൈമാൻ, ബാസിദ് എന്നിവർ നേതൃത്വം നൽകി. നേർച്ചയുടെ ഭാഗമായി ഭക്ഷണ വിതരണവും ശനിയാഴ്ചയും ദഫ് പ്രോഗ്രാം ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 10 മണി വരെയും നടത്തുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴടം താമരയൂർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ശ്രീകണ്ഠാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കമായി. ദേവസ്വം ഉദ്യോഗസ്ഥർ, ക്ഷേത്രക്ഷേമ സമിതി, മാതൃസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി VP പ്രശാന്ത് നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ താന്ത്രിക ചടങ്ങുകൾ നടന്നു. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും താമരയൂർ അനീഷ് നമ്പീശന്റെ പ്രമാണിത്വത്തിൽ മേളവും ഉച്ചയ്ക്ക് കോട്ടപ്പുറം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. സന്ധ്യയ്ക്ക് ആലംകോട് മണികണ്ഠന്റെ തായമ്പക അവതരണമുണ്ടായി. എഴുന്നള്ളിപ്പുകൾക്ക് ദേവസ്വം കൊമ്പന്മാരായ ഗോപികൃഷ്ണൻ, ചെന്താമരാക്ഷൻ എന്നീ ആനകൾ കോലമേറ്റി. രവികൃഷ്ണൻ, കൃഷ്ണ എന്നീ ആനകൾ പറ്റാനകളാകും. വൈകിട്ട് 7:30 ടീം ഗ്രാം വയനാടിന്റെ വീരനടനവും അരങ്ങേറി. വിളക്കാചാരത്തിനു ശേഷം പൂരം കൊടിയിറങ്ങും. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച അഭിനയ പരിശീലന പരിപാടിയായ ഭാവരസയുടെ 3ാം ചാപ്റ്റർ നടന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത നാടക സംഘമായ ജോ ആക്ട്, കൂനമുച്ചി കല എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച രാവിലെ 10 മുതലാണ് അഭിനയ പരിശീലന ക്യാമ്പ് നടന്നത്. NTV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 25ഓളം നാടക പരിശീലന ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മുതലാണ് ഭാവരസ എന്ന പേരിൽ അഭിനയ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു തുടങ്ങിയത്. നാടകരംഗത്ത് സജീവമായ പ്രഗത്ഭരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ഭാവരസയുടെ ചാപ്റ്റർ 3 അഭിനയ പരിശീലന ക്യാമ്പിന് ലോകപ്രശസ്ത നാടക പ്രവർത്തകനായ യുജിനോ ബാർബയുടെ ശിഷ്യരായ ജോസഫ് ജോൺ, ടോഫ് ഏന്യ എന്നിവരാണ് നേതൃത്വം നൽകിയത്. കലയ്ക്ക് ഭാഷയില്ലെന്നും അമേരിക്കയിലും ഇന്ത്യയിലും ടുണീഷ്യയിലും കലയുടെ ഭാഷ ഒന്നാണെന്നും ടോഫ് ഏന്യ CCTVയോട് പറഞ്ഞു. No matter if I'm in India, I'm in Australia, I'm in the USA, I'm in Tunisia. Yeah, certain things are different, but many things are the same. ആദ്യമായി ഇന്ത്യയിലെത്തിയ തനിക്ക് ഈ ക്യാമ്പിൽ മലയാളം മാത്രം അറിയുന്ന കലാകാരന്മാരുമായി സംവദിക്കാൻ ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് കഴിഞ്ഞ 16 വർഷമായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ടോഫ് വ്യക്തമാക്കി. There's a challenge at first with learning how to communicate, right? I don't speak Malayalam. Different people, they have different understanding of English. But in just 2.5 hours, we begin to find a way to communicate to each other. And I think this is one amazing element of theater, is it's not just communication with the words. വിവിധ പ്രായത്തിലുള്ള 20ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ ചെയർമാനായിരുന്ന ആത്രപ്പുള്ളി നാരായണന്റെ ആശയത്തിൽ നിന്നാണ് അഭിനയ പരിശീലന കളരിക്ക് തുടക്കം കുറിച്ചതെന്ന് ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി പറഞ്ഞു. നമുക്കറിയാലോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് എന്ന് പറയുന്ന ഒരു പഴയകാല പ്രഗത്ഭമായ സംഘടനയാണ്. ആ സംഘടനയിൽ നാരായണേട്ടൻ എന്ന് പറയുന്ന, ആത്രപ്പള്ളി നാരായണൻ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം തുടങ്ങി വെച്ചതാണ് നടൻ്റെ പടയൊരുക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ ആ പരിപാടി അദ്ദേഹത്തിൻ്റെ കാലശേഷവും ഞങ്ങൾ ഏത് തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാവരസ, രാഗ രസ സംഗമം എന്നുള്ള ലെവലിക്ക് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്.
ഇന്ന് വിദേശത്ത് നിന്നുള്ളവർ വരെ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന നിലയിലേക്ക് പരിശീലന പരിപാടി വളർന്നുവെന്നും കൂടുതൽ മികച്ച സൗകര്യത്തോടെ പരിശീലന കളരി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ചാപ്റ്റർ 3 ആണ് നമ്മൾ വിദേശത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് ടോഫ് എന്ന് പറയുന്ന അദ്ദേഹം പ്രഗത്ഭനായ ഒരു നടനെ കൊണ്ടുവന്നു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ മോട്ടീവ്, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇന്ത്യൻ നാടകരംഗത്തെ അതികായകരായ ജോസഫ് ജോൺ പ്രളയൻ എന്നിവരാണ് ആദ്യ 2 ചാപ്റ്ററിന് നേതൃത്വം നൽകിയത്. ഞെമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഭാരവാഹികളായ രാജൻ പുഷ്പാഞ്ജലി, പ്രദീപ് നാരായണൻ, സുനിൽ ചന്ദ്രൻ, കലാ കുനമുച്ചി ഭാരവാഹികളായ അബ്ദുൽ ഖാദർ ഹംസ, TV ജോൺസൺ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൂണ്ടൽ ആൽബ് റീജൻസിയിൽ വൈകിട്ട് 4 മണിക്ക് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ ഫസലു റഹ്മാൻ, സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ്, ട്രഷറർ ഡോക്ടർ നജ്മുദ്ദീൻ എന്നിവരടങ്ങിയ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുക്കും. ചടങ്ങിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് മുഖ്യാതിഥിയാകും. IDA ഹോപ്പ് സെക്രട്ടറി ഡോക്ടർ രാജാരാജൻ വിശിഷ്ടാതിഥിയാകും. റീജിയണൽ ഡെന്റൽ ക്ലബ് എന്ന പേരിൽ 1996-ൽ 15 മെമ്പർമാരായി ആരംഭിച്ച കുന്നംകുളം ബ്രാഞ്ച് ഇന്ന് ശക്തമായ ഒരു സംഘടനയായി വളർന്നുവെന്നും സാമൂഹിക സേവന രംഗത്തും സജീവമാണെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പ്രോജക്ടുകൾ നടപ്പിലാക്കിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഖവൈകല്യം പരിഹരിക്കാനായുള്ള പ്രവർത്തനങ്ങളും ആദിവാസി ഊരുകളിലും മറ്റും ദന്താരോഗ്യ ക്യാമ്പുകളും അവശ്യവസ്തുക്കളുടെ വിതരണവും നടത്തിവരുന്നുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത IDA ഭാരവാഹികളായ ഡോക്ടർ B സുശാന്ത്, ഡോക്ടർ ഫസൽ റഹ്മാൻ, ഡോക്ടർ ജിജിൻ ജോയ് എന്നിവർ അറിയിച്ചു. IDA അസോസിയേഷൻ ഞങ്ങളുടെ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നൂതനമായ ചികിത്സകൾ കൂടി വരികയാണ്. അപ്പോൾ ഏറ്റവും പുതിയ ചികിത്സകൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താൻ ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ചികിത്സയായ ക്ലിയർ അലൈനർ, നമ്മുടെ പഴയ കമ്പികളിലെ ചികിത്സയൊക്കെ മാറിയിട്ടുള്ള ഈ ചികിത്സ എല്ലാ IDA മെമ്പേഴ്സിനും ക്ലാസ് എടുത്ത് ഞങ്ങൾ എല്ലാ IDA മെമ്പേഴ്സിൻ്റെ ക്ലിനിക്കിലും ഇപ്പോൾ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ സ്മൈൽ ഡിസൈനിങ് എന്ന പുതിയ നൂതനമായ ചികിത്സാ രീതികൾ, വെനീറിങ്, അതും ഞങ്ങൾ എല്ലാ ഡെന്റിസ്റ്റുകളിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നടത്തി എല്ലാ IDA മെമ്പേഴ്സിൻ്റെ ക്ലിനിക്കിലും ആ സൗകര്യങ്ങൾ ലഭ്യമാണ്. നഗരസഭാ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ പ്രജിയെ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ കുന്നംകുളം മേഖലാ കമ്മിറ്റി ആദരിച്ചു. നന്മ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി ശ്രീജ പ്രജിക്ക് ഉപഹാരം സമ്മാനിച്ചു. മേഖലാ പ്രസിഡന്റ് CK രവി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ട്രഷറർ TA വേലായുധൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ആശാ ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംഘടനയിലേക്കുള്ള പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടന്നു. സ്വീകരണത്തിന് നന്മ കുന്നംകുളം മേഖലാ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീജ നന്ദി പറഞ്ഞു. ലൈംഗിക അതിക്രമത്തിനും സാമ്രാജ്യത്വ അധിനിവേശത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ പൊരുതുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ശ്രീകൃഷ്ണയിലെ കലോത്സവം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ആർട്ട് ഫെസ്റ്റാണ് ജനാധിപത്യത്തിനും മാനവികതയ്ക്കുമായി പൊരുതുന്നവരോട് ഐക്യപ്പെട്ട് അരങ്ങേറുന്നത്. നൃത്തേര എന്ന പേരിലാണ് കലാലയത്തിലെ ആർട്ട് ഫെസ്റ്റ് നടക്കുന്നത്. അതിജീവിതയായ നടിക്കുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി കലയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന് നൃത്തേര എന്ന പേര് നൽകിയത്. ജൂബിലി ഓഡിറ്റോറിയം, മിനി ഓഡിറ്റോറിയം, LH എന്നിവിടങ്ങളിൽ സജ്ജമാക്കിയ വേദികൾക്ക് നൽകിയ പേരുകളിലും കോളേജ് യൂണിയൻ ഭാരവാഹികൾ വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. അമേരിക്കൻ കടന്നുകയറ്റത്തിനെതിരെ പൊരുതുന്ന വെനസ്വേല ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ജൂബിലി ഓഡിറ്റോറിയത്തിലെ 1ാം വേദിക്ക് വെനസ്വേല എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. രാഷ്ട്രത്തിനുമപ്പുറം മാനവികതയ്ക്കുമൊപ്പം സുഡാനിലെ പൊരുതുന്ന ജനതയ്ക്കൊപ്പം എന്ന ശീർഷകത്തോടെ മിനി ഓഡിറ്റോറിയത്തിലെ 2ാം വേദിക്ക് ദർഫർ എന്നാണ് പേരിട്ടിട്ടുള്ളത്. LHലുള്ള 3ാം വേദിക്ക് ജനാധിപത്യത്തിന്റെ ശവക്കുഴി തുറക്കുന്ന ബുൾഡോസർ രാജിനും യലഹങ്കയിലെ ഭരണകൂട ഭീകരതയ്ക്കും എതിരെ യലഹങ്ക എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. ഇത്തരം പേരുകൾ നൽകിയത് ലോകത്തെവിടെയും പോരാടിക്കൊണ്ടിരിക്കുന്ന ജനതകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമാണെന്ന് കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്റർ ലെന അൻവർ പറഞ്ഞു. നെദേര എന്നുള്ള പേരാണ്, അതൊരു കെന്യൻ വേർഡാണ്. ഷീ സർവൈവ്ഡ് എന്നാണ് അർത്ഥം വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞൊരു കാലയളവിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിക്കോ അല്ലെങ്കിൽ ഒരു 6-7 വർഷങ്ങളായിക്കൊണ്ട് നമ്മുടെ കേരളത്തിനകത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് പൊരുതുന്ന ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ നടിക്കൊപ്പം ചേർന്നുകൊണ്ട് ആ നടി അനുഭവിച്ച സാക്രിഫൈസസിനും അല്ലെങ്കിൽ അവർ അനുഭവിച്ച വിഷമങ്ങൾക്കും ഒപ്പം ചേർന്നുകൊണ്ട് അവരോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് നെദേര, കലയിലൂടെ അവൾക്കൊപ്പം എന്നുള്ള പേര് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് യൂണിയൻ ഭാരവാഹികളും അല്ലെങ്കിൽ
യൂണിറ്റ് ഭാരവാഹികളും കൂടെ ചേർന്നുകൊണ്ട് രാഷ്ട്രീയപരമായിക്കൊണ്ട് ആ പേരിടുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. വിദ്യാർത്ഥികളിലെ കലാഭിരുചികൾ വളർത്തുന്നതിനായി സംഘടിപ്പിച്ചിട്ടുള്ള ആർട്ട് ഫെസ്റ്റിൽ സ്റ്റേജിതര സ്റ്റേജിന മത്സരങ്ങളിലായാണ് കലാലയത്തിലെ പ്രതിഭകൾ പങ്കെടുക്കുന്നത്. കോളേജ് യൂണിയന് നേതൃത്വം നൽകുന്നത് SFI ആണെങ്കിലും മുഴുവൻ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ചാണ് ആർട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് യൂണിറ്റ് സെക്രട്ടറി KS അഖിനേഷ് വ്യക്തമാക്കി. ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെ കൂടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ നടത്തേണ്ടതല്ലേ, അല്ലെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം. ഒരു കോളേജ് യൂണിയൻ മാത്രമല്ല വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത യൂണിയനാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികളെയും മുഴുവൻ വിദ്യാർത്ഥികളെയും കഴിവുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ നമുക്കത് വിജയിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല മത്സരങ്ങളും വാശിയേറിയ മത്സരങ്ങളാണ്. നമ്മൾ 13 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. വാശിയേറിയ മത്സരമാണ് 13 ഡിപ്പാർട്ട്മെൻറ്റും. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് കപ്പ് അല്ലെങ്കിൽ പ്രൈസ് കിട്ടുന്ന രീതിയിൽ നല്ല കോമ്പറ്റീഷൻ തന്നെ ഉണ്ട്. അതിൽ കലയെയും കലാകാരനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മാനവികത കൂടി ഉയർത്തിപ്പിടിച്ചാണ് ശ്രീകൃഷ്ണയുടെ ആർട്ട് ഫെസ്റ്റിന്റെ സംഘാടനം എന്നത് ശ്രദ്ധേയമാണ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വെൺതൂവൽ 2026 സാന്ത്വന പരിപാലന സ്പർശം വീടുകളിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 19 വാർഡുകളിലെയും ഓരോ പാലിയേറ്റീവ് കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് മുഴുവൻ ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വീടുകളിലെത്തി സാന്ത്വനിപ്പിക്കുന്നതോടൊപ്പം സമ്മാനങ്ങളും നൽകി. തുടർ ദിവസങ്ങളിൽ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ പാലിയേറ്റീവ് കുടുംബങ്ങളിലേക്കും ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സാന്ത്വനവും സമ്മാനങ്ങളും നൽകും. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ K ഗോവിന്ദൻകുട്ടി, നീതു പ്രകാശ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 74 അയൽക്കൂട്ടം വനിതകൾക്കായി 74 ലക്ഷം രൂപയുടെ വായ്പ നൽകി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSDC മാനേജർ TV ഷാജി മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ V അനൂപ്, ഷാനി റെജി, AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, CDS ചെയർപേഴ്സൺ അമ്പിളി ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ ഷക്കീല ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിന് കീഴിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് വനിതാ അംഗങ്ങളെയും വേലൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ എന്നീ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയുമാണ് അനുമോദിച്ചത്. ഇന്ദിരാഭവനിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് തോമസ്, സുമ ഗംഗാധരൻ, വിജിലി മോശ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയശങ്കർ, KA ജ്യോതിഷ്, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 96ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. എക്ലീഷ്യ എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഡോക്ടർ യൂഹാനോൻ തയഡോഷ്യസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് മുഖ്യാതിഥിയായിരുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രഷ്യസ് ജെം അവാർഡുകളും ക്യാഷ് പ്രൈസും മെത്രാപ്പൊലിത്ത സമ്മാനിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ PTA പ്രസിഡന്റ് കൂടിയായ PG ജയപ്രകാശ്, വിജിത പ്രജി, നിമിഷ എന്നിവരെ ആദരിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജോസഫ് താഴത്തേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സജു വർഗീസ് സ്വാഗതവും ഹെഡ് മിസ്ട്രസ് KS ജെൻസി നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാവക്കാട് തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രം 10ാം ഉദയ വേല മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തിയുടെ കാർമ്മികത്വത്തിൽ സ്വാമി മുനീന്ദ്രാനന്ദ കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് PM മുകുന്ദൻ, സെക്രട്ടറി MS വേലായുധൻ, ഭാരവാഹികളായ MV മോഹൻദാസ്, MA ധർമ്മപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി 24 ശനിയാഴ്ചയാണ് വേല മഹോത്സവം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസും BJPയും വിവിധയിടങ്ങളിൽ പ്രതിഷേധ ജ്യോതി തെളിയിക്കലും പൊതുസദസ്സുകളും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ശബരിമല സംരക്ഷണ ജ്യോതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് AB മോൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CM നജീബ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് VK സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രേഷ്മ അരുൺ,
യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുബാറക് കേച്ചേരി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MA സുബൈർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി പ്രണവ് കല്ലാറ്റിയിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. കാട്ടകാമ്പാലിൽ BJPയുടെ നേതൃത്വത്തിൽ തെളിയിച്ച മകരജ്യോതി BJP മണ്ഡലം പ്രസിഡന്റ് ജെബിൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN സുനീഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ സുധീഷ്, അരുൺ ഗഗനൻ, വിജയൻ നമ്പീശൻ, സുനിൽ ദേവിനഗർ എന്നിവർ നേതൃത്വം നൽകി. ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശബരിമല സംരക്ഷണ ജ്യോതി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സർബനോസ് പണിക്ക് വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫാദിൻ രാജ് ഹുസൈൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഹിഷാം കപ്പൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി യൂത്ത് കോൺഗ്രസ് നടത്തിയ ശബരിമല സംരക്ഷണ ജ്യോതി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യ അതിഥിയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് NK കബീർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ, പഞ്ചായത്ത് മെമ്പർമാരായ മീന സലമോൻ, ഷാജി വർഗീസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, നിയോജക മണ്ഡലം പ്രസിഡന്റ് സെഫീന അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM കോൺഗ്രസ് സംഘത്തിന്റെ ശബരിമല കൊള്ളയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി BJP പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ സെന്ററിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. BJP പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ലക്ഷ്മണൻ അധ്യക്ഷനായ ചടങ്ങിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അയ്യപ്പ ജ്യോതി തെളിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പുഷ്പൻ പരൂർ, BJP ഗുരുവായൂർ മണ്ഡലം ഭാരവാഹികളായ ഷാജി തൃപ്പറ്റ്, സീന സുരേഷ്, ശാന്തി സതീശൻ, സുരേഷ് നടുവത്ത്, പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറയ്ക്കൽ സെന്ററിൽ മകരസംക്രമ ദിനത്തിൽ ശബരിമല സംരക്ഷണ സദസ്സ് നടത്തി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, ബാസിൽ പെരുന്തുരുത്തി, റാഷിദ് NA, നദീർ പെരുന്തുരുത്തി, റിയാസ് ചിറയ്ക്കൽ, പ്രഭു മൂലേപ്പാട്, അരുൺ അശോകൻ എന്നിവർ സംസാരിച്ചു. മകരസംക്രമ ദിനത്തിൽ വാദ്യപ്രതിഭാ കലാകാരന്മാരും തിരുവേങ്കിടം ക്ഷേത്ര കോമരവും സംഘവും ഗുരുവായൂരപ്പന് മുന്നിൽ വാദ്യാർച്ചന സമർപ്പിച്ച് സേവ നടത്തി. ദേശപ്പറയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടി വാദ്യസേവാ ദീപാരാധനയ്ക്ക് ശേഷം ആരംഭിച്ചു. തിരുവേങ്കിടം ക്ഷേത്ര കോമരം ചൊവ്വലൂർ ശ്രീധരൻ വെളിച്ചപ്പാട് പൂക്കലക്കുറ്റികളുടെയും കൂത്തുവിളക്കിന്റെ അകമ്പടിയിൽ 1.5 മണിക്കൂർ നീണ്ടുനിന്ന സംക്രമ വാദ്യസേവയിൽ വാദ്യശ്രേഷ്ഠ പ്രതിഭകളായ ചൊവ്വല്ലൂർ മോഹനൻ, ഇരിങ്ങപ്പുറം ബാബു, ഗുരുവായൂർ കമൽനാഥ്, ഗുരുവായൂർ അജി, ശശി കണ്ണത്ത്, ഗോകുൽ ഗുരുവായൂർ, ഉണ്ണികൃഷ്ണൻ അരികനിയൂർ, ദാസൻ എടവന, ഗുരുവായൂർ സുരേഷ്, പട്ടിക്കാട് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. വാദ്യസേവാ സമർപ്പണത്തിന് തിരുവേങ്കിടം ക്ഷേത്രം ഭാരവാഹികളായ ശശി വാറനാട്ട്, E രാജു, ബാലൻ വാറനാട്ട്, ഹരി കൂടത്തിങ്കൽ, ശിവൻ കണിച്ചാടത്ത് എന്നിവർ നേതൃത്വം നൽകി. 25ഓളം വാദ്യകലാകാരന്മാരാണ് വാദ്യസേവയിൽ അണിനിരുന്നത്. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. സാന്ത്വന ദിനത്തോടനുബന്ധിച്ച് നടന്ന റാലി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല രാജീവ്, മെഡിക്കൽ ഓഫീസർ റൂസ്ലിൻ, അമല ആശുപത്രി മെഡിക്കൽ ഓഫീസർ ശ്രുതി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫറൂഖ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അമലയിലെ വിദ്യാർത്ഥികൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. നാല് പതിറ്റാണ്ടിലേറെയായി സ്തുത്യർഹമായ സേവനം കുന്നംകുളത്തിന്റെ ആരോഗ്യ മേഖലയിൽ അനുഷ്ഠിച്ചുവരുന്ന യൂണിറ്റി ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജനുവരി 19 തിങ്കളാഴ്ച നടക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശുപത്രിയുടെ സ്ഥാപകനും വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത ചെയർമാൻ ഡോക്ടർ RM വർമ്മയുടെ പേരിൽ നിർമ്മിച്ച സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്നത്. 1983 സ്ഥാപിതമായ കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റൽ കെയറിംഗ് ലൈഫ്സ് എന്ന ആപ്തവാക്യവുമായി മികച്ച വൈദ്യസഹായം ന്യായമായ നിരക്കിൽ സമൂഹത്തിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. 2010 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഹെപ്പ ഫിൽറ്ററുകൾ, ലാമിനാർ എയർഫ്ലോ, ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ബ്ലോക്കുകൾ എന്നിവയുൾപ്പെടെയുള്ള സിൽവർ ജൂബിലി കോംപ്ലക്സ് സജ്ജമാക്കി. 2016 കുന്നംകുളത്ത് ആദ്യമായി ആരംഭിച്ച കാർഡിയോളജി കാത്ത് ലാബിൽ ഇതിനകം 6000-ലധികം രോഗികളുടെ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കി. 2025 സേവനവും ആരംഭിച്ചു. ഉദ്ഘാടനത്തിനൊരുങ്ങിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി 40 ഡീലക്സ് മുറികളും 2 അത്യാധുനിക ICUകളും സജ്ജീകരിച്ചിട്ടുണ്ട്.
കൂടാതെ എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി, 4D അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയ നൂതന രോഗനിർണയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ 1.5 ടെസ്ല MRI സ്കാൻ സേവനം ഏതാനും ദിവസങ്ങൾക്കകം ലഭ്യമാകും. തിങ്കളാഴ്ച രാവിലെ 10:30 AC മൊയ്തീൻ MLA ഡോക്ടർ RM വർമ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ PK വിജയകുമാർ IRS അധ്യക്ഷനാകും. ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ മുഖ്യാതിഥിയാകും. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സാഹിത്യകാരനും സിനിമാ താരവുമായ VK ശ്രീരാമൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, നഗരസഭാ കൌൺസിലർമാരായ ലബീബ് ഹസൻ, KP മിനി, AS ശ്രീജിത്ത്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ്, ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ആന്റണി P ഡേവിഡ് എന്നിവർ സംസാരിക്കും. ചടങ്ങിൽ ഡോക്ടർ വർഗീസ് ജോബ് മെമ്മോറിയൽ ഫ്ലോർ ബദനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയും ഹൈദർ ഹാജി മെമ്മോറിയൽ ഫ്ലോർ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടും സമർപ്പിക്കും. മാനേജിംഗ് ഡയറക്ടർ PK വിജയകുമാർ IRS, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ്, ചീഫ് ലൈസൺ ഓഫീസർ ഡോക്ടർ B സുശാന്ത്, ജനറൽ മാനേജർ സുമേഷ് P നായർ, അഡ്മിനിസ്ട്രേറ്റർ T ബ്രിജാകുമാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലുവായ് കാർഗിൽ നഗറിൽ മതസൌഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കാഞ്ഞിരമറ്റം ഖാജ ശൈഖ് ഫരീദ ഔലിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ആണ്ടുനേർച്ച സംഘടിപ്പിച്ചു. ദുവായ്ക്ക് പാലുവായ് മഹല്ല് ഖത്തീബ് ഷിഹാബുദ്ദീൻ മദനി, കാർഗിൽ നിസ്കാരപ്പള്ളി ഉസ്താദ് കബീർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ആദ്യ നേർച്ച ഭക്ഷണ വിതരണം നടത്തി. സംഘാടകരായ മുത്തലിഫ് കാർഗിൽ, AT കബീർ, RV ഷൌക്കത്ത്, MS രോഹിത്, കുഞ്ഞൻ കാർഗിൽ എന്നിവർ നേതൃത്വം നൽകി. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പൽ അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറി ഷിനി സുനിലൻ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പൽ, വാർഡ് മെമ്പർ AG രഞ്ജീവ്, പഞ്ചായത്ത് ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയിലെ 31ാം വാർഡിൽ നവരശ്മി അംഗൻവാടി പുതുതായി ആരംഭിക്കുന്ന കൃഷിയിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 31ാം വാർഡിലെ സ്ഥിര താമസക്കാരായ വനിതകൾക്കാണ് മുൻഗണന. വർക്കർ തസ്തികയിൽ +2ഉം ഹെൽപ്പർ തസ്തികയിൽ 10ാം ക്ലാസുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 35 വയസ്സ്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 21 രാവിലെ 11 കുന്നംകുളം നഗരസഭയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04885 210310 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് ജനുവരി 15 മുതൽ 22 തീയതി വരെ CPIM നേതാക്കളും പ്രവർത്തകരും നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിക്ക് എളവള്ളി ലോക്കൽ കമ്മിറ്റിയിൽ തുടക്കമായി. ലോക്കൽ കമ്മിറ്റിയിലെ പണ്ടാരക്കാട് നടന്ന ഗൃഹസന്ദർശനത്തിന് മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TK ശിവരാമൻ, നൂർദീൻ എന്നിവർ നേതൃത്വം നൽകി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കുക എന്നതാണ് ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി ലക്ഷ്യം വെക്കുന്നത്. എല്ലാ ബ്രാഞ്ചുകളിലും ഈ ദിവസങ്ങളിൽ വിവിധ നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കും. തിരുവത്ര കോട്ടപ്പുറം മാരിയമ്മൻ ശ്രീ ഹനുമാൻകുട്ടി ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി അകലാട് രഞ്ജിത്ത് ശാന്തിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി ദുണ്ടുമഠം ബാലചന്ദ്രൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണി മുതൽ മഹാഗണപതി ഹോമം, പഴക്കുല സമർപ്പിക്കൽ, മലർനിവേദ്യം, പറനിറയ്ക്കൽ, കലശപൂജ, ഉപദേവ പൂജ എന്നിവയുണ്ടായി. MD ജനാർദ്ദനൻ മണത്തലയുടെ ചെണ്ടമേളവും അരങ്ങേറി. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ കൺവീനർ രവീന്ദ്രൻ എരിഞ്ഞിയിൽ, പ്രസിഡന്റ് പ്രകാശൻ ചെല്ലിക്കാട്ടിൽ, സെക്രട്ടറി സതീന്ദ്രൻ കളത്തിൽ, ട്രഷറർ സുധീർ എരിഞ്ഞയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ 121ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കൂട്ട് അധ്യക്ഷനായി. അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ ഫാദർ ജോയ് അടുമ്പുംകുളം വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സിനിമാ താരം ഗോകുൽ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KT ലിംസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം PD ജോസ്, പ്രധാന അധ്യാപിക MK സൈമൺ, PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ, ഫാദർ ആൽവിൻ പട്ടിയക്കിൽ, വിരമിക്കുന്ന അധ്യാപകരായ KV ജോളി, KL ജോസ്ബി, EK റൂബി, CV സിസിലി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 15 വർഷമായി എല്ലാ മാസവും നടത്തിവരുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കുടുംബസംഗമവും അർഹതപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ഹിജിലാൽ ക്ലാസ് എടുത്തു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മിസ്രിയ, ഡോക്ടർ ഷെമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100-ലധികം രോഗികൾക്ക് എല്ലാ മാസവും പരിശോധനയും മരുന്നും തികച്ചും സൗജന്യമാണ് നൽകുന്നത്. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, വൈസ് ചെയർമാൻ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. അർഹതപ്പെട്ടവർക്കുള്ള ഭക്ഷണ കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിൽവളപ്പിൽ, MV മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ചാവക്കാട് യൂണിറ്റ് തല മെമ്പർഷിപ്പ് വിതരണം നടന്നു. ചാവക്കാട് നടന്ന ചടങ്ങിൽ ജില്ലാ ട്രഷറർ റീന കരുണൻ ഉദ്ഘാടനം ചെയ്തു. PP നാരായണൻ അധ്യക്ഷനായി. CB ഹിമവാൻ, MM സുമേഷ്, KS വിഷ്ണു, KK സഫീറ, KH സെറീന, KB രമേശ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,125 രൂപ, പവന് 1,05,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 295 രൂപ. ചരമം. കപ്പൂർ എടപ്പറമ്പ് സ്കൂളിലെ പ്രധാന അധ്യാപകനും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന പരേതനായ ബാലൻ മാസ്റ്ററുടെ മകൻ അജയൻ നിര്യാതനായി. 46 വയസ്സായിരുന്നു. കപ്പൂർ പഞ്ചായത്തിലെ ജീവനക്കാരനാണ് പരേതൻ. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്ത് നടത്തി. പത്മാവതി മാതാവും സുമ ഭാര്യയുമാണ്. ഉദയൻ, സുധ, സുമ, സുജാത, സിന്ധു എന്നിവർ സഹോദരങ്ങളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കലയുടെ നിറച്ചാർത്തുരുക്കിയ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ശക്തന്റെ തട്ടകത്തിലെ വിവിധ വേദികളിലായി തുടരുന്നു. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിൽ, കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിൽ. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജനുവരി 28, 29 തീയതികളിലാണ് നേർച്ചയാഘോഷം. മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളിക്കും തുടക്കം കുറിച്ചു. ദീർഘദൂര ബസ്സുകളെ യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ നിന്ന് കയറ്റുന്നില്ലെന്ന ആക്ഷേപം. തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് യാത്രക്കാരുടെ പരാതികൾ ഉയരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ 2 മണിക്കൂറോളം തെങ്ങിനു മുകളിൽ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തെങ്ങ് കയറ്റ തൊഴിലാളി പിള്ളക്കാട് പറത്തിൽ വീട്ടിൽ 59 വയസ്സുള്ള രവിയാണ് തെങ്ങിനു മുകളിൽ കുടുങ്ങിയത്. കുന്നംകുളം പ്രസ് ക്ലബ് 21ാമത് മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. പത്രദൃശ്യ മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ നൽകും. അവാർഡിനായി പരിഗണിക്കുക 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ പ്രസിദ്ധീകരിച്ച പത്രവാർത്തകളും ദൃശ്യവാർത്തകളും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.